നമസ്കാരം, എൻ്റെ പേര് ജോളി രാജേന്ദ്രൻ. ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കൂളംബ്സ് ലോയിൽ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അടുത്തതായിട്ടൊരു പ്രോബ്ലം നോക്കാം. 8 identical charges Q each are placed on the corners of a cube of side A. Find the resultant force on a charge. ഇതാണ് ക്വസ്റ്റ്യൻ. ഓരോ കോർണറിലും ഓരോ ചാർജ് വെച്ചിട്ടുണ്ട്. അതൊരു ക്യൂബാണ്. ആ ക്യൂബിന്റെ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എ ആണ്. നമ്മൾ ഒരു ചാർജിലുള്ള ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. നമുക്കിവിടെ കാണാം ഓരോ കോർണറിലും ഓരോ ചാർജ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ചാർജ് എടുത്ത് ഞാൻ ഈ ചാർജ് സെലക്ട് ചെയ്യാണ്. ഈ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ബാക്കി ചാർജുകൾ കാരണം അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് എന്താണ്? കൂളംബ്സ് ലോ പ്രകാരം F1 എന്ന് പറയുന്നത് F1 is equal to K പ്രോഡക്റ്റ് ഓഫ് ദ ടു ചാർജസ്, അതായത് Q² divided by magnitude of R1 the whole square into unit vector in this direction അല്ലേ? അപ്പോൾ ഇതാണ് ഫോർമുല. അപ്പൊ നമുക്ക് R1 എന്ന് പറയുന്ന വെക്ടർ ആദ്യം എഴുതാം. R1 എന്ന് പറഞ്ഞാൽ എന്താണ്? x2 minus x1, അതായത് a minus 0 into ax cap plus 0 minus 0 into ay cap plus az cap അല്ലേ? അതായത് ദിസ് വിൽ ബി ഈക്വൽ ടു ax cap plus az cap. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് വെക്ടർ എന്തായിരിക്കും? AR1 എന്ന് പറയുന്നത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡിനെ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലെ? അപ്പോൾ R എന്ന് പറയുന്ന വെക്ടർ എഴുതി അതിനെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് √(a² + a²). അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 1/√2 into ax cap plus az cap എന്ന് കിട്ടും. ഓക്കെ, അപ്പോ F1 എന്ന് പറയുന്ന വെക്ടർ എന്താണ്? F1 എന്ന് പറയുന്ന വെക്ടർ ഈസ് ഈക്വൽ ടു K into Q² divided by magnitude of R1² എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് √2a. √2a into AR1 cap, അതായത് ax cap plus az cap. ഇതായിരിക്കും F1 എന്ന് പറയുന്ന ഫോഴ്സ്. അടുത്ത ചാർജ് കാരണമുള്ള ഫോഴ്സ് നോക്കാം. അപ്പം ഇത് രണ്ടും പോസിറ്റീവ് ചാർജ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിനെ റിപ്പൽ ചെയ്യും. ആ ഫോഴ്സിനെ നമ്മൾ F2 എന്ന് വിളിക്കുകയാണ്. അപ്പൊ കൂളംബ്സ് ലോ പ്രകാരം F2 എന്താണ്? F2 is equal to K into the product of the two charges, അതായത് Q² into R2 into AR2 cap ആണ്. ഓക്കെ, അപ്പൊ R2 എന്ന് പറയുന്ന വെക്ടർ എന്താണ്? R2 എന്ന് പറയുന്ന വെക്ടർ നമുക്ക് n പോയിന്റ്സ് അറിയാം. a minus a, അതായത് 0 into ax cap plus 0 into ay cap plus a minus 0, അതായത് a into az cap ആണ്. അല്ലെങ്കിൽ R2 എന്ന് പറയുന്ന വെക്ടർ ഈസ് ഈക്വൽ ടു a into az cap ആണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വെക്ടർ ഇസ് ഈക്വൽ ടു a. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് R2 എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു R2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് R2 വിച്ച് ഇസ് ഈക്വൽ ടു ax. ഓക്കെ, അങ്ങനെയാണെങ്കിൽ F2 എന്ന് പറയുന്ന വെക്ടർ എന്തായിരിക്കും? F2 എന്ന് പറയുന്ന വെക്ടർ K into Q² ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് R2, അതായത് a² into az cap ആണ്. ഇതാണ് F2 എന്ന് പറയുന്ന വെക്ടർ. ഇതായിട്ട് ഈ ചാർജ് കാരണമുള്ള ഫോഴ്സ് നോക്കാം. അതിനെ നമ്മൾ F3 എന്ന് വിളിക്കുന്നു. ഇത് രണ്ടും ലൈറ്റ് ചാർജസ് ആയതുകൊണ്ട് തന്നെ ഈ ചാർജിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യാം. അപ്പൊ F3 എന്ന് പറയുന്ന ഫോഴ്സ് നമുക്ക് കൂളംബ്സ് ലോ വെച്ചിട്ട് എന്ത് പറയാം? ദാറ്റ് ഈസ് ഈക്വൽ ടു K into Q² divided by R3 the whole square into AR3 cap എന്ന് പറയാം.
R3യുടെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം എ ആണ്, കാര്യം ഈ ലെങ്ത് എന്ന് പറയുന്നത് എ ആണ് നമുക്കറിയാം. ഈ ഡയറക്ഷൻ എന്താണ്? ഈ ഡയറക്ഷൻ ഇസ് എലോങ് എ ഇസഡ് ക്യാപ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആർ3യുടെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഇനി അപ്പൊ F3 എന്ന് പറയുന്നത് എന്തായിരിക്കും? F3 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എ ആണ്, എ സ്ക്വയർ ഇൻറ്റു AR3 ക്യാപ്. അതെന്ന് പറയുന്നത് എന്താണ്? AX ക്യാപ് ആയിരിക്കും. ഓക്കെ, അപ്പൊ F3യുടെ ഇക്വേഷൻ കിട്ടി. ഇനി അടുത്തത് നമുക്ക് ഈ ചാർജിന് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് നോക്കാം. അതിന് നമ്മൾ അതിനെ നമ്മൾ F4 എന്ന് വിളിക്കുകയാണ്. അപ്പൊ ഇത് രണ്ട് ലൈക്ക് ചാർജസ് ആയതുകൊണ്ട് തന്നെ ഈ ചാർജ് ഇതിന് അങ്ങോട്ട് റിപ്പൽ ചെയ്യുക. അപ്പൊ F4 എങ്ങനെ കണ്ടുപിടിക്കാം? കൂളംസ് ലോ പ്രകാരം F4 is equal to K Q square divided by R4 square into AR4 ക്യാപ്പ് ആണ്. അപ്പം R4 എന്ന് പറയുന്ന വെക്റ്റർ ദറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ പൊസിഷൻ വെക്റ്റർ എങ്ങനെ എഴുതാം? A മൈനസ് A 0 ആണ്, 0 ഇൻറ്റു AX ക്യാപ് മൈനസ് ഇതേ മൈനസ് ഇത്, അതെന്തായിരിക്കും? AY ക്യാപ് പ്ലസ് ഇതേ മൈനസ് ഇത്, അപ്പം A ഇൻറ്റു AZ ക്യാപ് കിട്ടി. അടുത്ത AR4, അതായത് യൂണിറ്റ് വെക്ടർ എന്തായിരിക്കും? യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ഈ വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ വെക്ടർ എഴുതി അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? √2a ആയിരിക്കും. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ മൈനസ് AY ക്യാപ് പ്ലസ് AZ ക്യാപ് ഡിവൈഡഡ് ബൈ √2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ F4 എന്ന് പറയുന്ന വെക്ടർ എന്തായിരിക്കും? F4 എന്ന് പറയുന്ന വെക്ടർ കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്കും 2a സ്ക്വയർ ആണല്ലേ, 2a സ്ക്വയർ. അതേ ഇൻറ്റു യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ മൈനസ് AY പ്ലസ് AZ ഡിവൈഡഡ് ബൈ √2. ഓക്കെ, അടുത്തതായിട്ട് ഈ ചാർജിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് നോക്കാം. ഇത് രണ്ട് ലൈറ്റ് ചാർജസ് ആയതുകൊണ്ട് തന്നെ ഈ ചാർജിനെ അങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പോൾ അതിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കൂളംസ് ലോ പ്രകാരം F5 is equal to K Q square divided by distance vector square into unit vector along that direction. അപ്പോൾ ഇതെന്ന് പറയുന്നത് കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇത് ഒരു സൈഡാണ്, ക്യൂബിന്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ ഇത് A സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഇത് Y ആണെങ്കിൽ ഇത് മൈനസ് AY ആയിരിക്കും. അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് മൈനസ് AY ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ A സ്ക്വയർ ഇൻറ്റു AY ക്യാപ് എന്ന് കിട്ടും. F5 എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ചാർജ് കാരണമുള്ള ഫോഴ്സ് നോക്കാം. അപ്പം F6 ആണ്. ഈ ചാർജ് ഇതിനെ എന്ത് ചെയ്യും? അങ്ങോട്ട് പുഷ് ചെയ്യും അല്ലേ. അപ്പൊ അതിനെ നമുക്ക് F6 എന്ന് പറയുന്ന ഫോഴ്സ് എന്ന് വിചാരിക്കാം. അപ്പം F6 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു കൂളംസ് ലോ വെച്ചിട്ട് കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ R6 സ്ക്വയർ ഇൻറ്റു AR6 ക്യാപ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കെ ക്യൂ സ്ക്വയർ divided by √2a the whole square into AX minus AY cap divided by √2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a സ്ക്വയർ ഇൻറ്റു AZ ക്യാപ് മൈനസ് AY ക്യാപ് ഡിവൈഡഡ് ബൈ √2. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2√2a സ്ക്വയർ ഇൻറ്റു AX ക്യാപ് മൈനസ് AY ക്യാപ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് F6. ഇനി നമുക്ക് അടുത്ത ഫോഴ്സ് നോക്കാം. അപ്പോൾ ഇനി അവസാനമായിട്ടുള്ളത് F7 ആണ്. അതെന്ന് പറഞ്ഞാൽ ഈ ചാർജിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് ഇതിനെ അങ്ങോട്ട് റിപ്പൽ ചെയ്യുക. ഇതെന്ന് പറയുന്ന R7 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വെക്ടർ ആണ്. ഇത് അതിന്റെ
അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ F7 എന്ന് പറയുന്നത് നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു KQ² ഡിവൈഡഡ് ബൈ R7 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു AR7 ക്യാപ്പ് ആണ്. അപ്പം R7 നമുക്കറിയാം, R7 എന്ന് പറയുന്നത് A ഇൻറ്റു AX ക്യാപ്പ് മൈനസ് A ഇൻറ്റു AY ക്യാപ്പ് പ്ലസ് A ഇൻറ്റു AZ ക്യാപ്പ് ആയിരിക്കും. അപ്പം യൂണിറ്റ് വെക്ടർ അലോങ് ദ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? R7 എഴുതി അതേ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് A² പ്ലസ് A² പ്ലസ് A². അപ്പോൾ നമുക്കിവിടെ AX ക്യാപ്പ് മൈനസ് AY ക്യാപ്പ് പ്ലസ് AZ ക്യാപ്പ് ഡിവൈഡഡ് ബൈ √3 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ F7 എന്ന് പറയുന്ന വെക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു KQ² ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √3A ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് 3 സ്ക്വയർ എടുക്കുമ്പോൾ 3A² എന്ന് കിട്ടും. 3A² ഇൻറ്റു യൂണിറ്റ് വെക്ടർ അലോങ് R7 അതെന്ന് പറയുന്നത് AX ക്യാപ്പ് മൈനസ് AY ക്യാപ്പ് പ്ലസ് AZ ക്യാപ്പ് ഡിവൈഡഡ് ബൈ √3 ആണ്. ഓക്കെ, അപ്പം എല്ലാ ഫോഴ്സസും കിട്ടി. ഇനി നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം. അതായത് ടോട്ടൽ ഫോഴ്സ് ഓൺ Q എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ ഫോഴ്സസിൻ്റെ വെക്ടർ സമ്മാണ്. അതായത് F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് F4 പ്ലസ് F5 പ്ലസ് F6 പ്ലസ് F7 ആയിരിക്കും. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫൈനലി ആൻസർ 1.71 ഇൻറ്റു 10⁻⁹ by A² Q² ഇൻറ്റു AX മൈനസ് AY ക്യാപ്പ് പ്ലസ് AZ ക്യാപ്പ് എന്ന് കിട്ടും. ഇനി ഇതിനെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇത്രയും ഇതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോഴത്തേക്ക് നമുക്ക് 2.96 ഇൻറ്റു 10⁻⁻ Q² ബൈ A² ന്യൂട്ടൺ എന്ന് കിട്ടും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് നോക്കാം. താങ്ക് യു.